ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഗർ ലേണിംഗ്. സോ മക്കളെ, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫംഗ്ഷൻസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കി വെക്കാം. മൂന്ന് പോയിന്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ടു ഫൈൻഡ് ഇൻവേഴ്സ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് ഓർ നോട്ട്. അതായത് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ, ബൈജക്റ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇവർ ആവശ്യമില്ല, പക്ഷേ ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഇത് മനസ്സിലാക്കി വെക്കണേ. രണ്ടാമതാണ് എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. ഇതെന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻവേഴ്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിംഗ് എക്സ് ബൈ എഫ് ഇൻവേഴ്സ് എക്സ്. അതായത് എക്സ് നമ്മൾ എന്താക്കുന്നു? എഫ് ഇൻവേഴ്സ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ മുഖേന മനസ്സിലാക്കാൻ നോക്കാം. ഫംഗ്ഷൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 എഫ് സച്ച് ദാറ്റ് r to r. അതായത് നിങ്ങളുടെ എക്സാമിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ലീനിയർ ഫംഗ്ഷൻ, ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടാവുക. ഓണം എക്സാമിന് ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ളത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഓണം എക്സാമിന് ചാൻസ് കൂടുതലാണ്. അതും ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷന്റെ ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പേഴ്സും ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെ ആൻസർ ചെയ്തണം എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, പക്ഷെ ഒരു കാര്യം ചെയ്യാം. എങ്ങനെ ഈ ഫംഗ്ഷൻ 1 ആണ് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ എന്താക്കുന്നു? 1 ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. സോ 1 ഫംഗ്ഷൻ 1 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? ഫോർ ഓൾ x1, x2 ബിലോങ് ടു ആർ എഫ് ഓഫ് x1 is equal to f of x2 implies x1 is equal to x2 എന്ന് കാണിച്ചാൽ മതി. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്താക്കുന്നു? x1, x2 ബിലോങ് ടു ആർ ആദ്യം ചൂസ് ചെയ്യുന്നു. x1, x2 ബിലോങ്സ് ടു ആർ ഫോർ ഓൾ. ഓക്കെ അല്ലേ? ഇനി എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സിൽ ഇവിടെ എക്സിന് പകരം ഇവിടെ x1 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന് പകരം എന്തായിട്ട് മാറും? x1 ആയിട്ട് മാറും. അതാണ് എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ. സോ 2x1 + 3 സിമ്പിൾ അല്ലേ? ഇനി എഫ് ഓഫ് x2 എന്തായിരിക്കും? 2x2 + 3 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ 3 ക്യാൻസലായി. അപ്പൊ എന്ത് വന്നു? 2x1 is equal to 2x2 എന്ന് വന്നു. ഈ 2 ക്യാൻസലായി പോയി. ബാക്കി എന്താണുള്ളത്? x1 is equal to x2 എന്ന് വന്നു. implies. സോ ഫംഗ്ഷൻ എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. എഫ് ഓഫ് x1 is equal to f of x2 implies x1 is equal to x2 ആയി മാറി. സ്ഥിതിക്ക് ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇതെല്ലാവർക്കും സിമ്പിൾ ആണ്, 1 ആണെന്ന് കണ്ടുപിടിക്കാൻ. ഇനിയാണ് അടുത്തത് ഓൺ ടു ആണോ എന്ന്. ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് കണ്ടുപിടിക്കാൻ പല ആൾക്കാർക്കും ഒന്നും അറിയില്ല, അല്ലെങ്കിൽ പണിയാണ്. അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3. റെഡി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് y is equal to f of x കൊടുക്കുന്നു. ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ കേട്ടോ. ഇനി എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ഫംഗ്ഷൻ y is equal to 2x + 3 എന്ന് എഴുതുന്നു. റെഡി അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ്, നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. അതായത് ഈ ഫംഗ്ഷൻ നമ്മൾ എന്താക്കുന്നു? വൈന്റെ ടേംസിൽ എഴുതാൻ പോകണം. എക്സ് ഈക്വൽ ടു വൈ ടേംസിൽ, വിച്ച് മീൻസ് y - 3 ഈക്വൽ ടു 2x. എക്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 2x ഈക്വൽ ടു y - 3 ആണ്. അപ്പോൾ ഈ 2 നേരെ ഇങ്ങോട്ട് വരുന്നു. സോ എക്സ് ഈക്വൽ ടു y - 3/2. ഇനി ഈ ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണേ, ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും എക്സ് ഉണ്ടാവണം, എക്സിന് ആ വാല്യൂ ഉണ്ടാവണം. വിച്ച് മീൻസ് വൈൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കോഡൊമൈനിൽ വരുന്ന വാല്യൂസ് ആണ്. കോഡൊമൈൻ എന്താണ്? റിയൽ നമ്പർ ആണ്. സോ വൈക്ക് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്താലും ഈ എക്സ്പ്രഷൻ മുഴുവനായിട്ടും എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. വൈക്ക് ഏത് റിയൽ നമ്പർ വന്നാലും ഇയാൾ മൊത്തമായിട്ട് എന്തായിട്ട് മാറും? റിയൽ നമ്പർ ആയിട്ട് മാറും. അതായത് എക്സിന്റെ വാല്യൂ റിയൽ നമ്പർ ആവണം എന്ന് പറയുന്നത്. എടാ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ വരുന്ന വാല്യൂസ് ആണ്. ഡൊമൈനും എന്താണ്? ഇവിടെ റിയൽ നമ്പർ ആണ്. അതായത് വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇയാൾ റിയൽ നമ്പർ ആവും. അങ്ങനെയാണെങ്കിൽ എക്സും റിയൽ നമ്പർ ആയിട്ട് മാറും. വിച്ച് മീൻസ് ഇത് ബിലോങ് ടു ആർ ആണ്. ഇത് ബിലോങ് ടു കോഡൊമൈൻ ആണ്. എക്സ് ബിലോങ് ടു റിയൽ നമ്പർ ആണ്, അല്ലെ എക്സ് ബിലോങ് ടു ഡൊമൈൻ ആണ് വരുന്നെങ്കിൽ, കോഡൊമൈൻ അല്ലെ ഡൊമൈൻ ആണ് വരുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാ ലീനിയർ ഫംഗ്ഷനും എഫ് സച്ച് ദാറ്റ് r to r ആണെങ്കിൽ അത് ഓൺ ടു ആയിരിക്കും, അല്ലെങ്കിൽ അത് ഓൺ ടു ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതെന്തായിട്ട് മാറുന്നു? ഓൺ ടു ആയിട്ട് മാറി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായിട്ട് മാറുന്നു? ബൈജക്റ്റീവ്. 1 ഓൺ ടു ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ആണ്. അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കേണ്ടത്. ഇനി ഞാൻ ഈ ഓൺ ടു കണ്ടുപിടിക്കാൻ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതുപോലെയാണ് നമ്മൾ ഏകദേശം അതേപോലെയാണ് ഇൻവേഴ്സിന് സ്റ്റെപ്പും വരുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചില്ല. ടു ഫൈൻഡ് ഇൻവേഴ്സ്, ആക്ച്വലി ഞാൻ അവിടെ പറഞ്ഞ പോയിന്റിൽ തന്നെ ഉണ്ട്. ടു ഫൈൻഡ് ഇൻവേഴ്സ്
എടാ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എക്സ് നമ്മൾ എന്താക്കി എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3/2 ഇങ്ങനെ എഴുതിയില്ലേ, ഇവിടെ തന്നെയാണ് സെയിം എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ ഇൻവേഴ്സിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു 2x + 3, എക്സ് ഈക്വൽ എന്തായിട്ട് മാറുന്നു വൈ മൈനസ് 3/2. നമ്മൾ എന്ത് ചെയ്തു, എക്സ് പ്ലസ് വൈനെ നമ്മളെ ഇക്വേഷൻ എന്താക്കി വൈന് ടേംസിൽ എഴുതി, എക്സ് ഈക്വൽ ടു വൈ ടേംസിൽ എഴുതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻവേഴ്സ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ കാണുന്ന എക്സിന് പകരം എഫ് ഇൻവേഴ്സ് എക്സും ഇവിടെ വരുന്ന വൈക്ക് പകരം എക്സും കൊടുത്താൽ മതി. വിച്ച് മീൻസ് ദ ഫംഗ്ഷൻ ഇൻവേഴ്സ് എന്തായാലും മാറി, എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3/2 എന്ന് വരുന്നു. എന്താ നമ്മൾ ചെയ്തത്, ഇവിടെ വരുന്ന ഈ എക്സിന് പകരം എന്ത് കൊടുത്തു, എഫ് ഇൻവേഴ്സ് എക്സ് കൊടുത്തു, ഈ വൈക്ക് പകരം എക്സ് കൊടുത്തു. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ചെയ്താൽ ഇൻവേഴ്സ് ആയി. ഇൻവേഴ്സ് മാത്രം കണ്ടുപിടിക്കാൻ ഈ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ഇനി ഫംഗ്ഷൻ 1 on 2 ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ ഇത്രയും ചെയ്തു വെക്കണം. ഈ ബൈജക്റ്റീവ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓൺ ടു ഇതാ ഈ സ്റ്റെപ്പ് തന്നെയാണ് നമുക്ക് ഇൻവേഴ്സിലും വരുന്നത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന്റെ, ഒരു ലീനിയർ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടെത്തേണ്ടത്. ഇനി അതേപോലെ ഒരു ബോണസും കൂടി തരാം. ബോണസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ലീനിയർ ഫംഗ്ഷന്റെയും ഇൻവേഴ്സ് എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞുതരാം. സോ മക്കളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സോ ഞാൻ ഇതാക്കുന്നു വേഗം അതുകൂടി പറഞ്ഞുതരാണ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് is equal to ax plus b, ലീനിയർ ഫംഗ്ഷൻ ആണ്. എഫ് സച്ച് ദാറ്റ് r to r ആണ്. അതേപോലെ കണ്ടീഷൻ ഉണ്ട്, എ നോട്ട് ഈക്വൽ ടു 0 ആണ്, എന്റെ വാല്യൂ 0 ആവരുത്. ഇത്രയും കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ബി ബൈ എ ആയിരിക്കും വരിക. എന്താണ്, എക്സ് മൈനസ് ബി ബൈ എ ആയിരിക്കും വരിക. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ എയും ബിയും മനസ്സിലാക്കി ഇതേപോലെ ചെയ്താൽ ഈ സെയിം വാല്യൂ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇൻവേഴ്സ് കിട്ടിയത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഇൻവേഴ്സിന്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഒരു ഫംഗ്ഷൻ തരുന്നു, ഇതിന് ആൻസർ നിങ്ങൾ എന്താക്കണം, കമന്റ് ചെയ്യണം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 4x + 3 ആണ്. എഫ് സച്ച് ദാറ്റ് r to r ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കുമെന്ന് നിങ്ങൾ എന്താക്കുക, നമ്മുടെ വീഡിയോന്റെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അടുത്ത വീഡിയോയിൽ പുതിയ കൺസെപ്റ്റുമായിട്ട് കാണാം. ബൈ.